എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 27-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു തെലുങ്ക് മൂവിയാണ് ലെനിൻ. അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോഷ്സെ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ റൂറൽ ആക്ഷൻ ഡ്രാമ ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത് കിഷോർ അംബുരിയാണ്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 14 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് ബൃന്ദ സീസൺ 2. തെന്നിന്ത്യൻ താരം തൃഷ OTTയിൽ അരങ്ങേറ്റം കുറിച്ച ബൃന്ദ സീസൺ 1ന്റെ രണ്ടാം ഭാഗമായ ബൃന്ദ സീസൺ 2 സോണി ലീവിലൂടെ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അന്ധവിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ നടക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമായിരുന്നു ആദ്യ സീസണിലെങ്കിൽ രണ്ടാം സീസണിൽ തികച്ചും വ്യത്യസ്തവും കൂടുതൽ സങ്കീർണവുമായ മറ്റൊരു ക്രിമിനൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ് സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. സൂര്യ മനോജ് വങ്കല സംവിധാനം ചെയ്ത സീസൺ 2 പ്രേക്ഷകരെ കൂടുതൽ ആവേശകരമായ നിമിഷങ്ങളോടെയാണ് കൊണ്ടുപോകുന്നത്. സോണി ലീവിലൂടെ ജൂലൈ മാസം 31 മുതൽ മലയാളം ഉൾപ്പെടെയുള്ള 15 ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് റൊമാന്റിക് ഡ്രാമ ഫിലിമാണ് ദീവാന. ഹർഷിത് റെഡ്ഡി, സ്നേഹ മണിമേഖല എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ആഹ OTT പ്ലാറ്റ്ഫോമാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 31 മുതൽ തെലുങ്ക്, തമിഴ് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം സൈക്കോളജിക്കൽ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബാലൻ. ചിദംബരത്തിൽ സംവിധാനത്തിൽ തുടങ്ങി വളരെയധികം പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ബാലൻ. മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സിനിമ തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത്. കാണാതായ അമ്മയെ തേടിയുള്ള ഒരു കൗമാരക്കാരന്റെ ജീവിതകഥയാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ടോവിനോ തോമസ്, ജീൻ പോൾ ലാൽ, അഭിരാം രാധാകൃഷ്ണൻ, ഗിരീഷ് എഡി എന്നിങ്ങനെയുള്ളൊരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി ഇതിനോടകം തന്നെ ഇടം പിടിച്ച ബാലന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 31 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് വദാന്തി സീസൺ 2. ആൻഡ്രൂ ലൂയിസ് സംവിധാനം ചെയ്ത ഈ സീരീസിൽ ശശികുമാർ, പശുപതി, അപർണ ദാസ്, അനഘ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ സീരീസിൽ അണിനിരക്കുന്നു. ഓരോ എപ്പിസോഡിലും മാറിമറിയുന്ന സംശയങ്ങളും ത്രില്ലിംഗ് ആയ കഥാസന്ദർഭങ്ങളുമായി മികച്ചൊരു അറ്റ്മോസ്ഫെറിക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഈ സീസണിലൂടെ ഒരുക്കിയിരിക്കുന്നത്. ആകെ 8 എപ്പിസോഡുകളുള്ള ഈ സീരീസ് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഓഗസ്റ്റ് മാസം 7 മുതൽ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉയർ. റോഷൻ മാത്യു പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് M പത്മകുമാറാണ്. യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഷാജി മാറാട്ടും നിഖിൽ K മേനോനും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ബൈജു സന്തോഷ്, ശ്രുതി മേനോൻ, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കിണറ്റിൽ നിന്നും തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നതും അത് തെളിയിക്കാനായി നടത്തുന്ന കേസന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മൂവി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് മാസം 4 തീയതി മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി റൊമാന്റിക് കോമഡി ചിത്രമാണ് ഹേയ് ജവാനി തോ ഇഷ്ക് ഹോനാ ഹേ. ഡേവിഡ് ധവാൻ സംവിധാനത്തിൽ വരുൺ ധവാൻ, പൂജ ഹെഗ്ഡെ, മൃണാൾ താക്കൂർ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രണയവും നർമ്മത്തിൽ ചാലിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. C5ലൂടെ ജൂലൈ മാസം 31 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി ആനിമേഷൻ വെബ് സീരീസ് ആണ് ദ ലെജൻഡ് ഓഫ് കർണ. ശരത് ദേവരാജനും ജീവൻ കെ കാങ്ങും ചേർന്നാണ് ഈ ബ്രഹ്മാണ്ഡ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. സോണി ലിവിലൂടെ ജൂലൈ മാസം 31 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് റൊമാന്റിക് ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ചിന്ന ചിന്ന ആസൈ. വാരണാസിയുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ ഫീൽ ഗുഡ് റൊമാന്റിക് ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ബോളിവുഡ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ആൽഫ. ആലിയ ഭട്ട്, ഷർവാരി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശിവ റവൈൽ സംവിധാനം ചെയ്ത മൂവിയാണ് ആൽഫ. അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ശക്തരായ 2 വനിതാ ഏജന്റുമാരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. രാജ്യത്തിന് ഭീഷണിയാകുന്ന ഒരു ശക്തനായ വ്യക്തിക്കെതിരെ പോരാടുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 15-നും 28-നും ഇടയിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു തെലുങ്ക് ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് ആസാദി 501. ശിവ തേജ സംവിധാനം ചെയ്ത ഈ സീരീസിൽ ഇന്ത്യയിലേറെ കോലാഹലം സൃഷ്ടിച്ച സംഭവമായ വെറും 251 രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ നൽകുമെന്ന് പ്രഖ്യാപിച്ച് കോടിക്കണക്കിന് ആളുകളെ പറ്റിച്ച് പണം തട്ടിയ ആസൂത്രിത പദ്ധതി അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ജൂലൈ മാസം 29 മുതൽ ആഹ OTT പ്ലാറ്റ്ഫോമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് റൊമാന്റിക് ഡ്രാമ ചിത്രമാണ് ചെന്നൈ ലവ് സ്റ്റോറി. ഒരു പരാജയപ്പെട്ട പ്രണയത്തോടെ ജീവിതം അവസാനിക്കുന്നില്ലെന്നും ശരിയായ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാൻ സാധിക്കുമെന്നുമുള്ള മനോഹരമായ സന്ദേശമാണ് ഈ ചിത്രം നൽകുന്നത്. ഗൗരി നമ്പൂരി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കിരൺ അബ്ബാരം, ശ്രീ ഗൗരി പ്രിയ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്.
പറയുന്നത് തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്ക് മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഐ നോബഡി. നിസാം ബഷീർ സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ സിനിമ തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു. മമ്മൂട്ടിയുടെ റോഷാക്കിന് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമ എന്നതിലുപരി പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഈ സിനിമയെ പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയത്. ഈ ഡിസാസ്റ്റർ മൂവിയിൽ സാധാരണ സർക്കാർ ജോലിക്കാരനായ രാജീവൻ തന്റെ കുടുംബത്തോടൊപ്പം സാധാരണ ജീവിതം നയിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു ബാങ്ക് കൊള്ളയ്ക്ക് സാക്ഷിയാകുന്നു. കൊള്ളക്കാർ അദ്ദേഹത്തെ ബന്ദിയാക്കി കൊണ്ടുപോകുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഇതുവരെ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. എന്നിരുന്നാലും അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മനോരമ മാക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നും അങ്ങനെയാണെങ്കിൽ മൂവി ഓഗസ്റ്റ് മാസം പകുതിക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.